ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒനിയൻ ക്യാരറ്റ് ഊത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ദോശയുടെ മാവ് നന്നായി പൊങ്ങിയത്, ക്യാരറ്റ് ഒരെണ്ണം ചീവി അരിഞ്ഞത്, 2 സബോള നന്നായി ചെറുതായി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 2 പച്ചമുളക് അരിഞ്ഞത്, ഉപ്പ്, നെയ്യ്. ഇത്രയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഐറ്റം കൂടി നമുക്കിനി മിക്സ് ചെയ്യണം. ആദ്യമായിട്ട് നമ്മുടെ സബോളയിലേക്ക് ഈ മുളകും കൂടി ചേർത്ത് കൊടുത്തു. നമ്മളിനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ക്യാരറ്റ് ചേർത്ത ശേഷം എല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഒരു 6 ഊത്തപ്പം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. നന്നായി അമർത്തി കുഴക്കണം. നന്നായി അമർത്തി മിക്സ് ചെയ്താലേ ശരിക്കും നീരൊക്കെ ഇറങ്ങി വരുള്ളൂ. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് കൂടും ഊത്തപ്പത്തിന്. ഉപ്പും മുളക് പൊടിയും എല്ലാം കൂടി നന്നായി മിക്സായിപ്പോൾ ചൂടായ പാനിലേക്ക് നമ്മൾ ഈ ദോശമാവ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കട്ടിയിൽ വേണം ഒഴിക്കാനായിട്ട്. ഫ്ലെയിം നന്നായി കുറച്ച് വെക്കണം. ഇത്തിരി ബബിൾസ് വന്നു തുടങ്ങിയിട്ട് ഇനി നമുക്കിത് വെജിറ്റബിൾസ് എടുത്തു വെച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാ സൈഡിലും ഒരുപോലെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല ദോശമാവാണെങ്കിൽ കുറേ അറ വരും. അധികം പൊങ്ങാത്ത മാവാണെങ്കിൽ ശരിക്കും നന്നാവില്ല ഊത്തപ്പം. എല്ലാ സൈഡിലേക്കും ആക്കി വെച്ച് കൊടുക്കുക. നന്നായി അറ വന്നു തുടങ്ങിയിട്ട് ഇനി നമുക്കിതിൽ ഒരു 1/2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ചെറിയ ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുള്ളത്. നെയ്യ് ചേർക്കണം നിർബന്ധമില്ല, പക്ഷെ നെയ്യ് ചേർത്താലേ ശരിക്കും ഊത്തപ്പത്തിന് നല്ല ടേസ്റ്റ് വരുള്ളൂ. നെയ്യ് ഒഴിച്ചെടുത്ത ശേഷം ഒരു 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. താഴത്തെ സൈഡ് ഏതാണ്ട് ആയി തുടങ്ങി. നമുക്കിനി അത് മുകൾ ഭാഗം ഇട്ട് കൊടുക്കാം. വളരെ സൂക്ഷിച്ചിട്ട് നമ്മളിത് ഒരു സൈഡ് പൊക്കി മറ്റേ ഭാഗം ഇട്ട് കൊടുക്കാം. പൊട്ടിപ്പോവാണ്ട് നോക്കണം. മറ്റേ സൈഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നല്ല മണം വരുന്നുണ്ട്. വെജിറ്റബിൾസും നെയ്യും കൂടി ചേർന്ന് നല്ലൊരു മണം. നമ്മൾ ഊത്തപ്പം ആയി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് ചൂടോട് കൂടി തന്നെ നമുക്ക് പ്ലേറ്റിലോട്ട് ഇട്ട് സെർവ് ചെയ്യാം. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഒരു ചമ്മന്തിയുടെ കൂടെ കഴിക്കാനും വളരെ നന്നായിരിക്കും.